ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ നാം ചിന്തിക്കാൻ പോകുന്നത് ന്യായവിധിയെക്കുറിച്ചാണല്ലോ. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദൈവമേ, നിന്റെ വചനങ്ങളനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമീൻ. ഉൽപ്പത്തി 3-ാം അധ്യായം 14 മുതൽ 19 വരെ. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് സുപരിചിതമാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി അവർക്കൊരു നിയമം കൊടുക്കുന്നു. എന്നാൽ ദൈവത്തോട് അവർ അനുസരണക്കേട് കാണിക്കുന്നു. തിന്നരുത് എന്ന് ദൈവം പറഞ്ഞ ഫലം അവർ തിന്നുന്നു. അതിൻ്റെ പരിണിത ഫലമായി ദൈവം കൊടുക്കുന്ന ന്യായവിധിയാണ് നാം വായിച്ചു കേട്ടത്. ഈ വേദഭാഗത്തെ വേണമെങ്കിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ദൈവം പാമ്പിനോട് കൽപ്പിക്കുന്നു. 2, ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. 14-15 വാക്യങ്ങളാണ് ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്. ഈ വിധിക്കുള്ള പ്രത്യേകത ഒരു ദാക്ഷിണ്യവും ദയയുമില്ലാത്ത ഒരു വിധിയായിരുന്നു എന്നുള്ളതാണ്. പാമ്പിനെയും പിശാചിനെയും ഒരുപോലെ ശപിക്കുന്നു. നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും എന്ന് ദൈവം പറയുന്നു. സ്ത്രീയുടെ സന്തതി അവൻ്റെ തല തകർക്കും എന്നും ദൈവം പറയുന്നു. ഒരു ദയയുമില്ലാത്ത ഒരു ന്യായവിധിയാണ് നാം കാണുന്നത്. രണ്ടാമതായി, മനുഷ്യരോട് കൽപ്പിക്കുന്നത് നാം 16-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. സ്ത്രീയോടും പുരുഷനോടും ഉള്ള കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. ഈ ന്യായവിധിയുടെ പ്രത്യേകത ദയയും കരുണയും നിറഞ്ഞ ഒരു ന്യായവിധിയാണ് എന്നുള്ളതാണ്. സ്ത്രീയോട് പറയുന്നത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദനയും കഷ്ടതയും പാപത്തിൻ്റെ പരിണിത ഫലമാണ് എന്നുള്ളതാണ്. നമുക്കൊരിക്കലും കഷ്ടതയുടെയും വേദനയുടെയും പേരിൽ ദൈവത്തെ പഴിക്കുവാൻ സാധ്യമല്ല. പുരുഷനോട് പറയുന്നത്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും എന്നാണ്. മണ്ണോട് മണ്ണ് ചേരും വരെ മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും എന്ന് ദൈവം കൽപ്പിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം ദയയോടെയാണ് മനുഷ്യർക്കുള്ള ന്യായവിധി കൊടുക്കുന്നത്. കാരണം പാപം മൂലം ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അത് വീണ്ടെടുക്കുവാനുള്ള വലിയ പദ്ധതി ദൈവം ഒരുക്കുന്നു. 15-ാം വാക്യത്തിൽ നാം കണ്ടല്ലോ, സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തല തകർക്കും, പിശാച് സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കും എന്ന് ദൈവം പറയുന്നു. ഇത് നിവർത്തിയാകുന്നത് ക്രൂശ് മരണത്തിലൂടെയാണ്. ക്രൂശിൽ കർത്താവിൻ്റെ കുതികാൽ തകർക്കുവാൻ പിതാവിന് ഹിതമായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവ് 53:10. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. എബ്രായർ 2:14-15. മക്കൾ ജഡരക്തങ്ങളോടു കൂടിയവർ ആകകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോടു കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ
തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ക്രിസ്തുവിനെ തകർത്തു കളവാൻ ദൈവത്തിന് ഹിതമായി. സ്ത്രീയിൽ നിന്ന് ജനിച്ച സന്തതിയായ യേശു പിശാചിൻ്റെ തല തൻ്റെ മരണത്താൽ തകർത്തു. പിശാചിൻ്റെ വിധി ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ എഴുതപ്പെട്ട വിധിയാണ്. അതിനെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. കാൽവറി ക്രൂശിൽ യേശു പിശാചിൻ്റെ തല തകർത്തു കഴിഞ്ഞു. ഇനി പിശാചിനും അവൻ്റെ സേനയ്ക്കും യാതൊരു രക്ഷയും ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിലേക്ക് ഓടിയണയുന്നതാണ് നമുക്ക് നല്ലത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവങ്കിലേക്ക് എത്തുവാനുള്ള അവസരം ദൈവം ഒരുക്കി. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവം മതിയായവനാണ്. ദൈവത്തിലേക്ക് നമുക്ക് അടുക്കാം.